ഹലോ ചങ്ങായിമാരെ, അമീറാണ് കുന്നംകുളത്തങ്ങാടിയിൽ നിന്ന്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ 2012 G4-ൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ്. UP-യിൽ നിന്നും നേരിട്ടിട്ട് കസ്റ്റമറുടെ ആവശ്യപ്രകാരം കസ്റ്റമർക്ക് 2012 വണ്ടി കൊടുത്ത് ഏകദേശം നിങ്ങൾക്കറിയാം 12 വണ്ടികളൊക്കെ നമ്മൾ UP-യിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഈ ഒരു ക്വാളിറ്റി എന്തായാലും വണ്ടിമേൽ നമ്മൾ പ്രതീക്ഷിക്കരുത്. ഈ വണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മളേതായ ഐഡിയയിൽ കസ്റ്റമർക്ക് നമ്മുടെ ഗാരേജിൽ തന്നെ പണിത് കൊടുത്ത വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. Spent all my life holding all of it closely. I played it innocent, a feel of discontent. I'm finally facing it all, fearless. ആദ്യം തന്നെ എടുത്ത് പറയേണ്ട കാര്യം, കസ്റ്റമർക്ക് ഒറ്റ നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, വണ്ടി നല്ല ക്വാളിറ്റി ആയിരിക്കണം, വണ്ടി എന്തായാലും അടിച്ചാപ്പൊളി ആയിരിക്കണം. കാണുമ്പോൾ അതിലെന്ത് ഇതിനും അവർ തയ്യാറായിരുന്നു. ആ ഒരു ആവശ്യപ്രകാരം തന്നെയാണ് ഞാൻ എൻ്റേതായ ഐഡിയയിൽ ഒരു വണ്ടി ചെയ്യാത്തത്. ഒരു ഷേപ്പ് ആക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് നമ്മൾ ഈ വണ്ടി നമ്മളെ ഗാരേജിൽ തന്നെ പെയിൻറ്റിങ് വർക്ക് ചെയ്തതാണ്. അതിലുപരി നമ്മൾ പുതിയതായിട്ടില്ല TRD ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഞാൻ ഉള്ളിലെ ഇൻറ്റീരിയൽ വർക്കും ചെയ്തത്. ഓരോന്നും നമുക്ക് എടുത്ത് പറയേണ്ട സ്പെഷ്യലായിട്ടുള്ള വർക്ക് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു പ്രവാസി കസ്റ്റമറാണ്. കൂടുതലും എൻ്റെ കസ്റ്റമർ പ്രവാസികളാണ്. യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് വണ്ടിക്ക് ഓർഡർ തരുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയിൽക്കപ്പുറം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന നിർബന്ധം കൊണ്ട് തന്നെയാണ് വണ്ടിയുടെ ഓരോ വർക്കും നമ്മൾ സൂക്ഷിച്ചിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തി തരാം. എൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ വർക്ക് ചെയ്തതാണ്. അതെടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് വർക്ക് ഓരോന്നും സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. ഡോർ പാഡ് ആയാലും സീറ്റ് ആയാലും ഷേപ്പ് ചെയ്തിട്ട് നല്ല ഡയമണ്ട് കട്ടോട് കൂടിയിട്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ ടോപ്പാണ്. ടോപ്പ് നമ്മൾ കസ്റ്റമറോട് ചോദിക്കാണെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം ബ്ലാക്ക് ആക്കി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സാധാരണ ആൻഡ്രോയിഡ് സെറ്റാണ് വെക്കാറുള്ളത്. അതിലുപരി ഇതിൽ ഡയമണ്ട് കട്ട് ആൻഡ്രോയിഡ് വെച്ച് അങ്ങനെ എടുത്ത് പറയേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഡാഷ്ബോർഡ് നമ്മൾ ബ്ലാക്ക് ലെതറിൽ ചെയ്ത് മൊത്തത്തിൽ കിടക്കാച്ചി അടിച്ചാപ്പൊളി ആക്കിയിട്ടുള്ള നമ്മളെ കിണ്ണങ്കാച്ചി വണ്ടിയിൽ നിന്ന് തന്നെ എടുത്ത് പറയണം. കാരണം എന്താ വെച്ചാൽ പ്രവാസി കസ്റ്റമറാണ്. നമ്മളോട് അവർ പ്രത്യേകിച്ച് പറയുന്നത് ഞാൻ നാട്ടിലില്ല, ഗൾഫിലാണുള്ളത്. അപ്പോൾ ഞാൻ വരുമ്പോഴേക്ക് എനിക്കൊരു മുതലായ ഒരു വണ്ടി ആയിരിക്കണം. ഞാൻ കാണാണ്ടാണ് അമീർ ഭായിക്ക് പൈസ ഒക്കെ അയച്ചു തരുന്നത്. ആ ഒരു ലെവലിൽ നമുക്ക് അവരെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ അവരുടെ നാട്ടിലുള്ള വീട്ടുകാരെ തൃപ്തിപ്പെടുത്തിയിട്ടാണ് ഈ വണ്ടി ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പണിത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണം. അത് മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതേപോലെ നല്ല വണ്ടികൾ 2012, 11, 10 വണ്ടിയിലും നമ്മൾ ഇതേപോലെ ഈ മാതിരി ലുക്കിൽ നമ്മൾ പണിത് തരും കസ്റ്റമർക്ക്. ഇത് നമ്മുടെ സ്വന്തം വർക്ക്ഷോപ്പിൽ നിന്നാണ് ഇതെല്ലാ വർക്കുകളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ കസ്റ്റമർക്ക് എന്തായാലും ധൈര്യമായിട്ട് നമ്മളെ ഒരു ഏൽപ്പിക്കാം. ഉത്തരവാദിത്തത്തോടുകൂടി നമ്മൾ തിരിച്ച് നിങ്ങളെ നല്ല വണ്ടി ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ നല്ല വണ്ടി ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മളുമായി ബന്ധപ്പെടുക. ഫുൾ ഗ്യാരൻറ്റിയോട് കൂടിയിട്ട് പെയിൻറ്റിങ് ആയാലും എല്ലാം ചെയ്യും. ഇത് മാത്രമല്ല, നമ്മൾ എല്ലാ വണ്ടികളും നാട്ടിലുള്ള എല്ലാ വണ്ടികളും നമ്മൾ പെയിൻറ്റിങ് വർക്കും ഡെൻറ്റിങ് വർക്കൊക്കെ നമ്മൾ ഗ്യാരേജിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് നിങ്ങൾ സ്വന്തം അമീർ ഭായി കുന്നംകുളത്തങ്ങാടിയിൽ നിന്നും ബൈ ബൈ. See you.